to the issue. പ്രൈമറി മാർക്കറ്റിലെ അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറി ആണ് ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത്. എ ബാങ്കർ വിത്ത് എ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് അക്രോസ് ദ കൺട്രി മേ ബി അപ്പോയിൻറ്റഡ് ആസ് എ ബാങ്കർ ടു ദ ഇഷ്യൂ. മോർ ദാൻ വൺ ബാങ്ക് ഈസ് അപ്പോയിൻറ്റഡ് ഇൻ ദ കേസ് ഓഫ് ലാർജ് ഇഷ്യൂസ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ എന്തുണ്ടാവും, അപ്ലിക്കേഷൻ മണിയൊക്കെ റിസീവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതും അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ എവിടെയാണ്, ഒരു ബാങ്കിലാണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്താക്കണം, ഒരു ബാങ്കർ അപ്പോയിൻറ്റ് ചെയ്യണം. ലാർജ് ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ ബാങ്കുകൾ നമ്മൾ എന്താക്കും, അപ്പോയിൻറ്റ് ചെയ്യും. The SEBI Rule 1994 defined the term banker to issue as a scheduled bank carrying on all or any of the following issue related activities. അപ്പോൾ സെബിയുടെ റൂൾ 1994 പ്രകാരം ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എന്താണ്, ആസ് എ ഷെഡ്യൂൾഡ് ബാങ്ക്, അതായത് RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ബാങ്ക്. ആൻഡ് ക്യാരിങ് ഓൺ ഓൾ ഓർ എനി ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂ റിലേറ്റഡ് ടു ആക്ടിവിറ്റീസ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് അവർ അണ്ടർടേക്ക് ചെയ്യുന്നത്? ആക്സെപ്റ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് അപ്ലിക്കേഷൻ മണീസ്. അപ്ലിക്കേഷനും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ അപ്ലിക്കേഷൻ മണിയും ആക്സെപ്റ്റ് ചെയ്യാം. ദെൻ ആക്സെപ്റ്റൻസ് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ കോൾ മണീസ്. ഓക്കെ, അപ്ലിക്കേഷൻ കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റേജ് ആണ് അലോട്ട്മെൻറ്റ്. അപ്പോൾ അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ ഇതിനെ തുടർന്നുള്ള കോൾ മണീസും ആക്സെപ്റ്റ് ചെയ്യാം. ദെൻ റീഫണ്ട് ഓഫ് അപ്ലിക്കേഷൻ മണീസ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ നേരത്തെ ആക്സെപ്റ്റ് ചെയ്ത അപ്ലിക്കേഷൻ മണീസ് ചിലരും എക്സസ് ആയിട്ടുള്ള മണി ഉണ്ടാവും അല്ലെ, ഓവർ അലോട്ട്മെൻ്റ് ഒക്കെ വരുന്ന കേസ്, അല്ലെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്ന കേസ്. അങ്ങനെ വരുന്ന കേസിൽ അധികം എക്സസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മണി നമ്മൾ എന്താക്കും, റീഫണ്ട് ചെയ്യും. അപ്പോൾ അത് ചെയ്യുന്നതാരാണ്, ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ ആണ്. ദെൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് വാറൻറ്റ്. ഓക്കെ, ഷെയറിൻ്റെ കേസിൽ ഡിവിഡൻഡ്, അതേപോലെ തന്നെ ഡിബഞ്ചറിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് വാറൻറ്റ്, ഇതൊക്കെ പേയ്മെൻറ്റ് നടത്തുന്നവരാണ് ഈ ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ ആണ്. ദെൻ ടു ടൈപ്സ് ഓഫ് ബാങ്കേഴ്സ് മേ ബി അപ്പോയിൻറ്റഡ്. രണ്ട് തരത്തിലുള്ള ബാങ്കേഴ്സിനെയാണ് മെയിനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഒന്ന് കളക്റ്റിംഗ് ബാങ്കർ എന്ന് പറയും. എന്താ ചെയ്യുന്നത്, ഹു കളക്ട് സബ്സ്ക്രിപ്ഷൻസ് ഇൻ ക്യാഷ്, ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ സ്റ്റോക്ക് ഇൻവെസ്റ്റ് എക്സെട്ര. അതായത് കളക്റ്റിംഗ് ബാങ്കർ ഉണ്ട്, അവരെന്താ ചെയ്യുന്നത്, സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യുക. അത് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആവാം, ചെക്ക് ആവാം, ഡ്രാഫ്റ്റ് ആവാം, ഏത് രൂപത്തിലെങ്കിൽ നമ്മൾ എന്താക്കുക, സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്ന ബാങ്ക്, അതാണ് കളക്റ്റിംഗ് ബാങ്ക്. ദെൻ കോർഡിനേറ്റിംഗ് ബാങ്കേഴ്സ് ഉണ്ട്. എന്താ കോർഡിനേറ്റിംഗ് ബാങ്കേഴ്സ് ചെയ്യുന്നത്, ഹു കളക്ട് ഇൻഫർമേഷൻ ഓൺ സബ്സ്ക്രിപ്ഷൻ ആൻഡ് കോർഡിനേറ്റ് ദ കളക്ഷൻ വർക്ക്. അതായത് സബ്സ്ക്രിപ്ഷൻ്റെ ലിസ്റ്റ് കോർഡിനേറ്റ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്നും എന്താക്കുന്നത്, അതിന് ക്ലാസിഫിക്കേഷനൊക്കെ ചെയ്യുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കോർഡിനേറ്റിംഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ദേ മോണിറ്റർ ദ വർക്ക്. ദ ഇൻഫർമേഷൻ ഓഫ് ദ പ്രോഗ്രസ് ഓഫ് വർക്ക് ഈസ് ഇനീഷ്യേറ്റ് ടു ദ മർച്ചന്റ് ബാങ്കർ ആൻഡ് രജിസ്ട്രാർ ബാങ്കർ ഫ്രം ടൈം ടു ടൈം. അതായത് കളക്റ്റിംഗ് ബാങ്കർ ജസ്റ്റ് കളക്ട് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ദെൻ കോർഡിനേറ്റർ ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്, എത്രത്തോളം സബ്സ്ക്രിപ്ഷൻ ആയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് മർച്ചന്റ് ബാങ്കറെ അറിയിക്കുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ബാങ്ക്സുകൾ വരുന്നുണ്ട്, കളക്റ്റിംഗ് ബാങ്കറും കോർഡിനേറ്റിംഗ് bankers. Then, to carry out the activities as a banker to issue, a person must obtain certificate registration from SEBI. നേരത്തെ പറഞ്ഞ എല്ലാ കേസിലും പോലെ തന്നെ ഇവിടെയും ബാങ്കേഴ്സിന് ഈ ഒരു ഇഷ്യൂ കളക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ ഈ ഒരു ബാങ്കറായിട്ട് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കേഴ്സ് ടു ഇഷ്യൂ എന്നുള്ള രീതിയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആവണമെങ്കിൽ the person must obtain certificate registration from SEBI. Then every banker to issue is required to pay SEBI an annual fee of rupees 2.5 lakh for the first 2 years from the date of initial registration and 1 lakh for third year. To keep his registration in force, the renewal fee paid him annually for the first 2 years is 1 lakh and 20,000 for the third year. ഇതാണ് അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. ഇഷ്യൂ ബാങ്കർ ആനുവൽ ഫീസ് ആയിട്ട് 2.5 lakh ഫസ്റ്റ് 2 years, പിന്നെ 1 lakh for the third year. Okay, to keep his registration in force. രജിസ്ട്രേഷൻ വന്ന് 3 വർഷത്തിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യത്തെ 2 വർഷം 2.5 ലക്ഷം, മൂന്നാമത്തെ വർഷം 1 ലക്ഷം ഫീസായിട്ട് കൊടുക്കണം. ദെൻ അതേപോലെ തന്നെ റിന്യൂവൽ ഫീസായിട്ട് ആനുവലി അതിനുശേഷമാണ് 1 lakhും, ഫസ്റ്റ് 2 years 1 lakhും, അതിനുശേഷം പിന്നീട് വരുന്ന തേർഡ് ഇയറിൽ 20,000. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ രജിസ്ട്രേഷന് വേണ്ടി സെബിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ്
banker to issue required to submit the following information to SEBI when required. രജിസ്ട്രേഷൻ അല്ല, ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ബാങ്കിനെ അറിയിക്കേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ദ നമ്പർ ഓഫ് ഇഷ്യൂസ് ഫോർ വിച്ച് ഹി വാസ് എൻഗേജ്ഡ് ആസ് എ ബാങ്കർ ടു ഇഷ്യൂ. എത്ര ഇഷ്യൂസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനിയുടെ ഇഷ്യൂസ് ആണ് നടത്തിയത്. Then the number of application, details of application money received. ഇഷ്യൂ നടത്തിയതിൽ എത്ര ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ എത്ര application money റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ മണി. Then the date on which the application from investors was forwarded to the issuing company or registrar to issue. അതായത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്താക്കണം, ആർക്ക് ഫോർവേഡ് ചെയ്യണം, ഇഷ്യൂയിങ് കമ്പനീസിന് ഫോർവേഡ് ചെയ്യണം, ബാങ്കല്ല വെക്കുന്നത്. അപ്പൊ അത് എന്നാണ് കമ്പനിക്ക് ഫോർവേഡ് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്തിട്ട്. Then the date and amount to refund investors. എത്ര എമൗണ്ട് റീഫണ്ട് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സെബിയെ അറിയിച്ചിരിക്കണം. അതാണ് എന്താ പറയുന്നത്, ബാങ്കേഴ്സ് ടു ഇഷ്യൂവിനെ പറ്റി പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇന്റർമീഡിയറി ആണ് ബ്രോക്കേഴ്സ് ടു ഇഷ്യൂ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ബ്രോക്കേഴ്സ് ആർ ദ പേഴ്സൺ ഹു ആർ റിലേറ്റഡ് വിത്ത് ദ പ്രൊക്യൂർമെന്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ദ ഇഷ്യൂ ഫ്രം ദ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മർച്ചന്റ് ബാങ്കേഴ്സ് ആണ് ഇഷ്യൂ നടത്തുന്നത്. അവര് ഇഷ്യൂ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കമ്പനി എന്താകുന്നുണ്ട്, മർച്ചന്റ് ബാങ്കർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേജർ റോൾ വഹിക്കുന്നത് ആരാണ്, മർച്ചന്റ് ബാങ്കറാണ്. ഈ മർച്ചന്റ് ബാങ്കർക്ക് ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഈ ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു കമ്പനിയുടെ ഷെയറിനെ പറ്റിയും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെ പറ്റിയും അവരായി ഒരു ഇൻവെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നൊക്കെ ആരാണ്, ബ്രോക്കേഴ്സ് ആണ്. സോ ദ പേഴ്സൺ ഹു ആർ റിലേറ്റഡ് വിത്ത് ദ പ്രൊക്യൂർമെന്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ to the issue from the prospective investors. They are registered members of the stock exchange. Brokers എന്ന് പറയുന്നത് registered members ആണ്. They bring together the prospective buyers and sellers in the new issue market. ഇങ്ങനെ രണ്ടുപേരെയും കണക്ട് ചെയ്യിക്കുന്നു. ആരൊക്കെ, സെല്ലറേയും ബയറേയും ഇൻവെസ്റ്ററേയും തമ്മിൽ എന്താക്കുന്നു, ബയറേയും സെല്ലറേയും തമ്മിൽ എന്താക്കുന്നു, കണക്ട് ചെയ്യുന്നതാരാണ്, ഈ ഒരു ബ്രോക്കേഴ്സ് ടു ഇഷ്യൂ ആണ്. Then appointment of brokers is not compulsory. A company can appoint number of brokers. നിർബന്ധമൊന്നുമില്ല ബ്രോക്കർ അപ്പോയിന്റ് ചെയ്തിട്ട് തന്നെ എന്താക്കണം എന്നുള്ളത്, സബ്സ്ക്രിപ്ഷൻ ചെയ്യണമെന്നും, വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യാം. Then managers to the issue and official brokers organize the preliminary distribution of securities and procure direct subscription. Then അതായത് നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ എൻഷുർ ചെയ്യാം. ഇപ്പൊ ചില കമ്പനീസ് ഫസ്റ്റ് ടൈം ഒക്കെ ആണെങ്കിൽ നമ്മൾ മർച്ചന്റ് ബാങ്കർ ഒന്ന് നേരിട്ട് ഇവിടെ ഇഷ്യൂ നടത്തിയാലും അല്ലെങ്കിൽ മർച്ചന്റ് ബാങ്കർ ഇഷ്യൂ നടത്തിയാലും ഒരു ലാർജ് പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്തിട്ട് അവർ ഈ ഒരു ഷെയർ വാങ്ങിക്കാൻ കൊണ്ടുവരണമെങ്കിൽ ദേ നീഡ് സം ബ്രോക്കേഴ്സ്. ഓക്കെ, അവർക്ക് ചില ബ്രോക്കേഴ്സിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പൊ ആ സമയത്താണ് നമ്മൾ ബ്രോക്കേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ബ്രോക്കേഴ്സിന് എന്ത് കൊടുക്കണം, കമ്മീഷൻ കൊടുക്കണം. 1% to 1.5% ഓഫ് ഇഷ്യൂ പ്രൈസ്. അതാണ് ഇവരെ കമ്മീഷനായിട്ട് പോകുന്നത്. സോ ഇൻ കണക്ഷൻ വിത്ത് ന്യൂ ഇഷ്യൂ ബ്രോക്കേഴ്സ് ഫങ്ഷൻസ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അണ്ടർടേക്ക് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, അണ്ടർറൈറ്റ് ആൻഡ് മാർക്കറ്റ് ദ ന്യൂ ഇഷ്യൂ ബൈ ഗിവിംഗ് പ്രീ പബ്ലിസിറ്റി. നേരത്തെ പറഞ്ഞല്ലേ, ഒരു പബ്ലിസിറ്റി ഒക്കെ കൊടുത്തിട്ട് എന്താക്കുക, നമ്മുടെ ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താ മാർക്കറ്റ് ചെയ്യുക. Then, after receiving license from SEBI, they can act as a merchant bankers, lead managers, and investment consultant. ഇപ്പൊ സെബിയിൽ നിന്ന് ലൈസൻസ് കിട്ടിയാൽ ഇവർ ബ്രോക്കർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇവർക്ക് മർച്ചന്റ് ബാങ്കർ ആയിട്ടോ ലീഡ് മാനേജർ ആയിട്ടോ ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടന്റ് ആയിട്ടോ ഒക്കെ നിൽക്കാം. ബ്രോക്കേഴ്സ് can act in different capacities such as principal, as an agent, and as a speculator. ഈ റോളിലൊക്കെ ആര് വരുന്നുണ്ട്, ഒരു ബ്രോക്കർ വരുന്നുണ്ട്. Then he can act as a jobber. That means he can deal in securities on his own behalf. ഒരാൾക്ക് പകരമായിട്ട് നിന്നിട്ട് അല്ലെ സെക്യൂരിറ്റി വാങ്ങാൻ നിൽക്കുകയൊക്കെ ചെയ്യാം. ഇത്രയാണ് ബ്രോക്കേഴ്സ് അണ്ടർടേക്ക് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞത്. ഇത്രയും ആൾക്കാരാണ് മേജർ ഇന്റർമീഡിയറീസ് ഇൻ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. മർച്ചന്റ് ബാങ്കർ, രജിസ്ട്രാർ ടു ദ ഇഷ്യൂ,
ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂ, ദെൻ ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ, അണ്ടർറൈറ്റേഴ്സ്. 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറീസ്. ഓക്കെ.